9ാമത്തെ വയസ്സിൽ പിതാവിൻ്റെ മരണത്തോടെ തുടങ്ങിയ ഓട്ടം. പിന്നീട് കർണാടകയിലെ ഒരു ചായക്കടയിൽ ടേബിൾ ബോയ് ആയി പ്രവാസത്തിൻ്റെ തുടക്കം. അവിടെ നിന്നും സ്വരുക്കൂട്ടി വെച്ച നാണയത്തുട്ടുകൾ ഉപയോഗിച്ച് പിന്നീട് 5-8 വർഷത്തിന് ശേഷം സൗദിയിലെ പ്രവാസത്തിലേക്ക് നടന്നു കയറുകയായിരുന്നു ഒരു ബാലൻ. പിന്നീട് അദ്ദേഹം സൗദിയിൽ കെട്ടിപ്പടുത്തത് വിപണിയുടെ മഹാസാമ്രാജ്യമാണ്. പറഞ്ഞു വരുന്നത് സൗദിയിലെ പ്രവാസികൾക്ക് പരിചിതമായ സിറ്റി ഫ്ലവർ ഗ്രൂപ്പിൻ്റെ ഉടമ അഹമ്മദ് കോയ എന്ന കോയാക്കയുടെ കഥയാണ്, അദ്ദേഹത്തിൻ്റെ ജീവിതമാണ്. 1965 തുടങ്ങി 2025 വരെ സിനിമാ കഥ പോലെ കയറിയിറങ്ങുന്ന ഒരു ജീവിതം. കോഴിക്കോട് കാപ്പാട് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ 9ാം വയസ്സിൽ തുടങ്ങിയ ഓട്ടത്തിൻ്റെ കഥ. അത് കർണാടകയും ബോംബെയും കടന്ന് സൗദിയിലെത്തിച്ച കഥ. ക്ഷമയും സഹനവും അധ്വാനവും അർപ്പണബോധവും സമ്പാദ്യശീലവുമെല്ലാം പടച്ചവൻ ഖജനാവിൽ നിന്നും വാരിക്കോരി കൊടുത്തപ്പോൾ സൗദിയിൽ ഉയർന്ന ഒരു മഹാമനുഷ്യന്റെ ജീവിതം. കോഴിക്കോട് കാപ്പാട് കണ്ണങ്കടവ് TM അഹമ്മദ് കോയ. നമ്മുടെ അമ്മമാരെല്ലാം ഫാമിലിയെല്ലാം ശ്രീലങ്കയിലായിരുന്നു. പിന്നെ ഞാനൊക്കെ ഏകദേശം ഓർമ്മ വരുന്നതിന് മുമ്പ് തന്നെ അവർക്ക് തിരിച്ച് നാട്ടിൽ വന്നിട്ട് ചെറിയൊരു കച്ചവടങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ 9 വയസ്സിന് മരിച്ചിട്ടുണ്ട്. പക്ഷേ വല്ലാതൊരു ഫീൽ ചെയ്തിട്ടില്ല. കാരണം ചില അമ്മമാരൊക്കെ അടുത്ത് തന്നെ ചെറിയ സ്ഥലം കൂടിയാണ്. അപ്പം അമ്മമാരൊക്കെ ഉള്ളതുകൊണ്ട് അത് പിന്നെ അവർ ഉപ്പ മരിച്ചൊരു ഫീലൊന്നും ചെയ്തിട്ടില്ല. എങ്കിൽ തന്നെ ഉപ്പില്ല എന്നുള്ളതുണ്ടായിരുന്നു. പിന്നെ ഒരു അനിയനും ഞാൻ മാത്രമേ സ്വന്തമായിട്ട് വീടുണ്ടായിരുന്നു. പിതാവ് കോയസൻകുട്ടിയുടെ മരണത്തോടെ ഉമ്മ ആയിഷക്കും അനിയനുമൊപ്പം തുടങ്ങിയ ജീവിതം പിന്നെ അത്ര എളുപ്പമല്ലായിരുന്നു. കേരളത്തിൽ മലബാറിലൊക്കെ സജീവമായ നറുക്കുകുറിയുടെ കാലമാണ്. അന്നു മുതലേ ആ ബാലന് സമ്പാദ്യശീലം ചെറുതായുണ്ട്. അങ്ങനെയാണ് കർണാടകയിലേക്ക് പോകാനൊരുങ്ങുന്നത്. കോയാക്കയുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ബാലവേലക്ക്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലവേല അന്ന് നിരോധിച്ചിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെ അന്ന് പിന്നെ ഇപ്പോൾ പറ്റില്ല. ഇപ്പോൾ 18 വയസ്സാണല്ലോ അല്ലേ. അപ്പോൾ ഹോട്ടലിൽ എൻ്റെ മലയാളികളുടെ ഹോട്ടലുണ്ട്. ഇത് മാനുക്ക് എന്നിട്ട് പെരുന്തൽമണ്ണ ഒരാളുടെ ഹോട്ടലിലാണ് ആദ്യമായിട്ട് ജോലി ചെയ്യുന്നത്. 15 റുപ്യ ശമ്പളം, മാസ ശമ്പളം. ടേബിൾ ബോയ് എന്ന് വെച്ചാൽ ചെറിയ ഹോട്ടലാണ്. ഓൾ ഇൻ ഓൾ എല്ലാം ഉണ്ട്. പിന്നെ ക്ലീനിങ്, വെള്ളം കൊടുക്കൽ, അങ്ങനത്തെ എല്ലാ പരിപാടിയുണ്ട്. അവിടുന്ന് അങ്ങനെ ഒരു 2 മാസത്തോളം അവിടെ ജോലി ചെയ്തു. പിന്നെ അവിടുന്ന് വേറൊരു ഹോട്ടലിലേക്ക് മാറി. അവിടെ പിന്നെ 25 റുപ്യ 30 റുപ്യ ശമ്പളമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ജീവിതം തുടങ്ങുന്നത്. അവിടെ നിന്നും പിന്നെ ടീ സ്റ്റാളിലേക്ക് നീങ്ങി. മിച്ചം വെച്ച കാശുകൊണ്ട് സ്വന്തമായി തുടങ്ങിയ ആദ്യ ചായക്കട, അതായിരുന്നു ആദ്യത്തെ സംരംഭം. അവിടെ 5-8 വർഷം അങ്ങനെ കഴിഞ്ഞു. ഗൾഫിലേക്ക് എല്ലാവരും കുടിയേറുന്ന കാലമാണത്. അഹമ്മദ് കോയ എന്ന കൗമാരക്കാരനും അങ്ങനെ പോകാൻ ഒരു മോഹമുദിച്ചു. 22 വയസ്സായിട്ടുണ്ട്. ഇതിനിടയിൽ വിവാഹം നടന്നു. കുവൈത്തിലേക്കായിരുന്നു ആദ്യ ശ്രമം. അത് നടന്നില്ല. അതോടെ ചായക്കടക്കൊപ്പം ഒരു സ്റ്റേഷനറി കട കൂടി തുടങ്ങാൻ തീരുമാനിച്ചു. അത് വീട്ടിൽ പറയാൻ നാട്ടിലെത്തിയപ്പോഴാണ് സൗദിയിലേക്കുള്ള വഴി തുറക്കുന്നത്. ബാങ്കിൽ നിന്ന് ഒരു 5000 റുപ്യ ലോണൊക്കെ എടുത്ത് അത് തുടങ്ങാൻ വേണ്ടിയിട്ട് നാട്ടിൽ പോയിട്ട് വിവരം പറഞ്ഞ് യാത്ര വരാൻ വേണ്ടി പോയപ്പോൾ അവിടെ ഒരു വിസ ഇങ്ങനെ കയറുന്ന തിരിയുന്നുണ്ട്. ആ സമയത്ത് സൗദിയിലേക്ക് എഗ്രിമെൻറ്റ് വിസ എന്ന് പറഞ്ഞാണെങ്കിൽ ഒരു ചീപ്പ് പരിപാടിയാണ്. അതൊക്കെ നമുക്ക് കുവൈറ്റ്, ദുബൈയാണ് എല്ലാം ഞങ്ങളവിടെയൊക്കെ ഉള്ള അത് മൊത്തം. പക്ഷേ ആ വിസ റെഡി ആയില്ല. അങ്ങനെ 6 മാസത്തോളം ബോംബെയിൽ ഒരു ഏജൻ്റ് അടുത്ത് പോയ സമയത്ത് പിന്നെ അയാൾ പറഞ്ഞു ദേക്കിനെക്കിൽ കാണാനുണ്ട്, അപ്പോൾ ഇവനെ ഉടനെ കയറ്റിയിടാം, മറ്റവൻ പിന്നെ കുറച്ച് കഴിഞ്ഞ് കയറ്റിയിടാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പിന്നെ അയാൾ തന്നെ വിസ കൊടുത്തു. അപ്പോൾ ഈ വന്നതിൽ കൂടത്തിൽ പിന്നെ ആദ്യം വന്ന് അവിടെ കിടക്കുന്നുണ്ടല്ലോ, വർഷങ്ങളായിട്ട് 2-3 വർഷമായിട്ട് കിടന്നല്ലോ. എൻ്റെ ഒരു ഇളാമൻ്റെ മകനുണ്ടായിരുന്നു. അപ്പോൾ വിസ അടിച്ച് വന്നപ്പോൾ ആ ഏജൻറ്റ് ഇതിൽ നിന്ന് കിട്ടിയ കമ്മീഷനിൽ കൂടി കിട്ടിയിട്ടായിരിക്കാം ഞങ്ങൾ 2 പേരും കൂടിയാണ് ആ വിസ അടിച്ച് വന്നിരുന്നത്. ബന്ധുവിൻ്റെ കൂടെ സൗദിയിലെ ദമാം വിമാനത്താവളത്തിലേക്ക്. വിമാനത്തിൽ വെച്ചാണ് സ്പോൺസറുടെ ജോലിസ്ഥലം റിയാദാണെന്ന് സഹയാത്രക്കാരൻ വിസ നോക്കി പറഞ്ഞു കൊടുത്തത്. ഡിസംബറിലെ തണുപ്പ് കാലം. വിറയുന്ന തണുപ്പിൽ ദമ്മാമിൽ വിമാനമിറങ്ങി. പക്ഷേ സ്പോൺസറില്ല. അത് സ്പോൺസറെ കണ്ടില്ല മാത്രമല്ല, പിന്നെ തണുപ്പുള്ള കാര്യമൊന്നും അതും അറിയില്ല. വെറുതെ പാൻറ് ഷർട്ട് ഇട്ടാണല്ലോ വരുന്നത്.
എയർപോർട്ടിലേക്ക് ഇറങ്ങി ഇരുന്നപ്പോഴത്തേക്കാണ് പിന്നെ ഫ്ലൈറ്റ് എന്നത് പറഞ്ഞപ്പോൾ തന്നെ ആകെ ടെൻഷനായി. റിയാദ് അവിടെ നിന്ന് 400 കിലോമീറ്റർ ഉണ്ടെന്നും അവിടെയാണ് ഇതെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഇതായി. അങ്ങനെ അവിടെ ഇരുന്ന് ഒരു ദിവസം അവിടെ ഇരുന്നപ്പോഴത്തേക്കിങ്ങനെ ഇപ്പം ഞാനിങ്ങനെ ഓർക്കും ഈ പിന്നെ അത് ആടുജീവിതത്തിൽ പിന്നെ അവർ കാത്തിക്കുന്നല്ലോ എൻ്റെ സ്പോൺസറായിരിക്കും, എൻ്റെ ഞങ്ങളാരും ഇങ്ങനെ കാത്തു വെക്കും, അത് നമ്മളെ സ്പോൺസറായിരിക്കും. ഇങ്ങനെ അറബികളിൽ ഒന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ നോക്കിയിട്ട് എന്തൊക്കെ പറയും, പിന്നെ പാസ്പോർട്ട് തിരിച്ചു തരും. അങ്ങനെ ഒരാൾ കുറച്ച് മലയാളി ഉണ്ടായിരുന്നു അവിടെ ജോലി ചെയ്യുന്നത്. അപ്പോൾ അതിലൊരാൾ കണ്ട് പരിചയപ്പെട്ട് എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ ഒരു കൊണ്ടോട്ടിയുള്ള എൻ്റെ പേര് ഓർക്കുന്ന ഒരാളെ, ഒരു അഹമ്മദ് ഖാൻ എന്ന് പറഞ്ഞിട്ട് എയർപോർട്ടിൽ ക്ലീൻ ജോലിക്കാരാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ലാസ്റ്റിലൊരു 4 മണിയായപ്പോൾ അത് വന്നിട്ട് നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് പോവുകയാണ്. കുറേ ആൾക്കാരിങ്ങനെ വന്നിരിക്കാറുണ്ട്, പക്ഷെ നിങ്ങളെ കണ്ടിട്ട് അങ്ങോട്ട് പോകാൻ തോന്നുന്നില്ല. ഇപ്പോൾ റിയാദിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റിന് ഇത്ര 60 റിയാലോ ഒറ്റാണ് തോന്നുന്നുണ്ട്. പിന്നെ ബസ്സിന് പോകുകയെന്നാൽ 20 റിയാലാണ്. നിങ്ങൾ പിന്നെ ഞാൻ പൈസ തരാം, നിങ്ങളെങ്ങനെ പോകുന്നത് ചോദിച്ചു. നമ്മൾ ഒരു 60 റിയാലോ 20 റിയാലോ നമുക്ക് എങ്ങനെ പോകാൻ മതി, ഇപ്പം അത് ബസ്സിന് പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അത് ഒരു 50 റിയാൽ വന്നു. പിന്നെ ഒരു 2 പേരുണ്ടല്ലോ, ഒരു 4 റിയാൽ വന്നു. റിയാദിലേക്ക് പോകാൻ റെയിൽവേ സ്റ്റേഷനിലെത്തി. റെയിൽവേ സ്റ്റേഷൻ എന്നപ്പോൾ പിന്നെ അടച്ചിരിക്കാം. കുറേ കഴിഞ്ഞപ്പോൾ മറ്റേ മങ്കി ക്യാപ്പൊക്കെ ഉണ്ടല്ലോ, ഈ മങ്കി ക്യാപ്പൊക്കെ ഇട്ടുകൊണ്ടുണ്ട് 5-6 ആൾക്കാർ വരുന്നുണ്ട്. ഒന്നൊക്കെ മലയാളികളാണ്. അങ്ങനെ പിന്നെ പരിചയപ്പെട്ടു. ഞങ്ങളിങ്ങനെ വിറച്ചിരിക്കണം, ഡിസംബർ മാസമല്ലേ. അപ്പോൾ പിന്നെ വേഗം വിളിച്ചുകൊണ്ട് പോയി വാഷ്റൂമിലൊക്കെ കാണിച്ചു വന്നു. അവർക്ക് കൊണ്ടുവന്നെന്തോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ട്, അതൊക്കെ കഴിച്ചു. ടിക്കറ്റൊക്കെ എടുത്തു വന്നു. അങ്ങനെ ട്രെയിൻ കയറിയിട്ട് ഇവിടെ വന്നു, റിയാദിലേക്ക് വന്നു. അങ്ങനെ കുറേ കറങ്ങി ലാസ്റ്റ് അത് ഒരു ബക്കാലെ കൊണ്ടുവച്ച് ഒരു പാകിസ്ഥാനിയുടെ ബക്കാല, ഹിന്ദി അറിയാമല്ലോ നമുക്ക്, കർണാടകയിലായതുകൊണ്ട് ഹിന്ദി അറിയാം. പാകിസ്ഥാനിയുടെ ബക്കാലയിൽ കൊണ്ട് ചേൽപ്പിച്ചു. ഇങ്ങനെ ഈ ഏരിയയിലൂടെ ആണ്, കാണുന്നില്ല. അപ്പോൾ പിന്നെ അവർ ഏൽപ്പിച്ചു കൊടുത്തേക്കെന്ന് പറഞ്ഞിട്ട് ആ പാകിസ്ഥാൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. പാകിസ്ഥാൻ ഞങ്ങളെ വിളിച്ച റൂമിലേക്ക് കൊണ്ട് അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒരു 5-8 ആൾക്കാരുള്ള ഒരു വലിയൊരു കുടുംബമാണ്. നല്ലവരായിരുന്നു. രാവിലെ തന്നെ നമ്മൾ പോകുന്നതിന് മുമ്പ് തന്നെ അവർ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടൊക്കെ പോവുക. ഈ ചെറിയോനുണ്ടാവും സ്പോൺസർ തരാൻ വേണ്ടിയിട്ട്. അങ്ങനെ 4 ദിവസം 5 ദിവസം അങ്ങനെ തരുന്നു. പിന്നീട് സ്പോൺസറുടെ കൂടെ പിക്കപ്പിന്റെ പിറകിലിരുന്ന് ഹഫറൽ ബാത്തിനിലേക്ക്. ക്യാൻറ്റീനിലായിരുന്നു ജോലി. ഒരു ടെക്നിക്കൽ കോളേജ്, ഈ ടെക്നിക്കൽ കോളേജിലെ ജോലിക്കാണ് എല്ലാവരും പോകുന്നത്. അതിൽ ക്ലീനിങ്ങുകാരുണ്ട്, പിന്നെ ഈ ചെടി വളർത്തുന്ന ആൾക്കാരുണ്ട്, പിന്നെ ഒരു ക്യാൻറ്റീനുണ്ട്. എന്നെ പിടിച്ചെന്തോ ക്യാൻറ്റീൻ തന്നെ ആക്കി. അതിലുണ്ടായിരുന്നു വേറെ 2 ആൾക്കാർ ക്യാൻറ്റീനുണ്ടായിരുന്നു. 5 ദിവസമായിരുന്നു അന്ന് ജോലി, 2 ദിവസം അവധി, ചെറിയ ശമ്പളം. അതിനാൽ അവധി സമയങ്ങളിൽ കൂടെയുള്ളവരെല്ലാം മറ്റു ജോലികളിലൂടെ അധിക വരുമാനം ചെറുതെങ്കിലും കണ്ടെത്തും. ചിലർ കാർ വാഷ് ചെയ്യാൻ പോകും, ചിലർ വീട് ക്ലീൻ ചെയ്യാൻ പോകും. അപ്പോൾ പിന്നെ ഈ റൂമിൻ്റെ അടുത്ത് തന്നെ ഒരു മറ്റേ ഈ വീട്ടിനെ കൊട്ടിക്കുന്ന ടൈലുണ്ടല്ലോ, അത് വിൽപ്പന ഉണ്ട്. അത് ലോറി കൊണ്ടുവന്നിട്ട് ഇറക്കിയിട്ട് വിൽക്കലാണ്. അപ്പോൾ ഇടയ്ക്ക് ലോറിയിൽ സാധനം വരുമ്പോൾ ഞാനും അതിലിറക്കാനൊക്കെ പോകും. പിന്നെ അങ്ങനെ ആയിട്ട് ഒരു പരിചയക്കാരൻ്റെ ഇതിൽ ആഴ്ചക്ക് ഒരു ദിവസം, ഒരു വെള്ളിയാഴ്ച, എല്ലാ വെള്ളിയാഴ്ചയും ഒരു ഷോപ്പിൽ പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്യും. അങ്ങനെ ചെയ്തുകൊണ്ട് ആയപ്പോഴത്തെ 2 വർഷമായപ്പോൾ നാട്ടിൽ പോയി. നാട്ടിൽ പോകുമ്പോൾ മിക്ക പ്രവാസികളുടെയും അതേ അവസ്ഥ. അധ്വാനിച്ചിട്ടും പെട്ടിക്കെട്ടാൻ കടം വാങ്ങേണ്ടി വന്നു. അതൊരു തിരിച്ചറിവായിരുന്നു. ഒപ്പം അഹമ്മദ് കോയയുടെ സൗദിയിലെ പുതിയ തുടക്കവും. നാട്ടിൽ പോകുന്ന സമയത്ത് ദമാം പോയിട്ടിരുന്ന് സാധനം വാങ്ങി. ഹഫർബാത്തിൽ നിന്ന് 500 കിലോമീറ്റർ ദമാം. അപ്പോൾ അവിടെ നിന്ന് സാധനം വാങ്ങിയ സമയത്ത് അന്ന് എൻ്റെ ഒരു പരിചയക്കാരുണ്ടായിരുന്നു, ട്രെയിലറിൽ, പിന്നെ ഡെയിലി ട്രെയിലറിൽ അങ്ങോട്ടും പോകുന്നത്. അയാളുടെ കൂടെ പോയിട്ട് ദമാമിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി. അപ്പോൾ അഫറിലെ സാധനം കൊണ്ട് കണക്ക് ഇത് നോക്കുമ്പോൾ വലിയ വ്യത്യാസം, ഭയങ്കര വ്യത്യാസം. ഒരു സാരിക്കൊക്കെ 130 റിയാലൊക്കെ ഉണ്ടെങ്കിൽ ദമാവുന്നത് 20 റിയാലും പോലെയാണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ തിരിച്ച് വന്നതിൻ്റെ സമയത്ത് ഒരു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും 2500 റിയാൽ എൻ്റെ കയ്യിൽ ഇതായി. 2500 റിയാൽ റൂമുള്ള ആൾക്കാരോട് അഡ്ജസ്റ്റ്മെൻറ്റ് വാങ്ങിയിട്ട് റൂമിൽ വെച്ചുകൊണ്ട് തന്നെ പിന്നെ ഈ നാട്ടിൽ പോകേണ്ട ആൾക്കാർക്കുള്ള സാധനങ്ങൾ, അതായത് പിന്നെ സാരി, പിന്നെ കത്രിയ, ടൈഗർ ബോം, കോട തൈലം, ബ്രൂട്ട് സ്പ്രേ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട്. അപ്പോൾ ഹഫർബാദും ചെറിയ സ്ഥലമാണല്ലോ, അപ്പോൾ അങ്ങനെ പരിചയക്കാരൊക്കെ വന്ന് വാങ്ങാൻ തുടങ്ങി. അത് വളർന്നു, പടർന്നു. അന്ന് ഹഫറൽ ബാത്തിനൊക്കെ വളർന്നു വരുന്നതേയുള്ളൂ. ഈ കച്ചവടം സജീവമായതോടെ ബലദിയ അഥവാ മുനിസിപ്പാലിറ്റിയിലേക്ക് പരാതിയുണ്ടെന്ന് സുഹൃത്തുക്കളിൽ ഒരാൾ അറിയിച്ചു.
അതും മറ്റൊരു തിരിച്ചറിവായിരുന്നു. ബലദിയിൽ കംപ്ലയിൻറ്റ് പോയി എന്ന് പറഞ്ഞു. ഒരാൾ വന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ബലദിയ കംപ്ലയിൻറ്റ് പോയിട്ടുണ്ട്, ഇതായിക്കഴിഞ്ഞാൽ കടക്കാരെ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ്. അങ്ങനെ ആയപ്പോഴാണ് ഒരു ഷോപ്പ് നോക്കിയത്, മാർക്കറ്റിൽ ഒരു ഷോപ്പ് നോക്കിയത്. അപ്പോൾ ഈ കമ്പനിയിലെ ജോലി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടുത്തെ അസിസ്റ്റന്റ് മാനേജർ ഉണ്ട്, അവിടെ പറഞ്ഞിങ്ങനെ ഞാൻ ഷോപ്പ് നോക്കുന്നുണ്ട്, നിങ്ങൾ ഇതിൽ നോക്കാം. അപ്പോൾ അയാളോട് പറഞ്ഞിങ്ങനെ മാസം ഇത് എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞു, നോക്കിക്കോന്ന് പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും നോക്കണം, അതായത് മാർക്കറ്റിൽ. അപ്പോൾ ഒരു ബൂഫിയെ നോക്കി, ബൂഫി ശരിയായില്ല, അതിൽ തരാമെന്ന് പറഞ്ഞിട്ട് വന്നില്ല. പിന്നെയാണ് ഒരു ചെറിയ ബക്കാല കിട്ടിയത്. അപ്പോൾ വേറെ ഒരാളുടെ ഒരു ചെറിയ പാർട്ട്ണർഷിപ്പിൽ കൂടിയിട്ട് ബക്കാല തുടങ്ങി. 1984 ഈ ബക്കാലയുടെ തുടക്കം. അത് ഒരു പച്ചക്കറി മാർക്കറ്റിൻ്റെ ഒരു സൈഡാണ്. അന്ന് അവിടെ പച്ചക്കറി മാത്രമേ ഉള്ളൂ. ഞാൻ പിന്നെ അവിടെ അരിയും സാധനങ്ങളും അതുമൊക്കെ വെച്ചു. അതിൻ്റെ കൂടെ തന്നെ നാട്ടിൽ കൊണ്ടുവരുന്ന ആളുകളുടെ സാധനങ്ങളൊക്കെ നമുക്ക് ചെയ്ത പരിചയമുള്ള സാധനം ഉണ്ടല്ലോ, ടൈഗർ ബോം, കത്തിരിയ. 3000 റിയാലിൻ്റെ കച്ചവടം ചെയ്യണം, എന്നാലും ഒക്കുള്ളൂ. പക്ഷേ നല്ലൊരു ഇത് കിട്ടി, നല്ലൊരു കച്ചവടം കിട്ടി. പിന്നെ അന്ന് ഒരു 2 സ്റ്റാഫുകളും 3 സ്റ്റാഫുകളും ഞാനായിട്ടാണ് തുടങ്ങിയത്. ഉപ്പയുടെ മരണത്തോടെ ചേർത്ത് പിടിച്ചത് കുടുംബമായിരുന്നു. അതുകൊണ്ട് പിന്നീടുള്ള ഓരോ സ്ഥാപനങ്ങളുടെ തുടക്കത്തിലും കുടുംബത്തിലെ കണ്ണികൾക്കും ജോലി നൽകി. നാട്ടിൽ ചെല്ലുമ്പോൾ ഉമ്മ അറിയും, പിന്നെ ഓളെ കാര്യം കുറച്ച് വീട്ടിലെ കാര്യം കുറച്ച് മോശമാണ്, ഓനൊന്ന് കൊണ്ടുപോയിക്കെന്ന് പറയും. അങ്ങനെ കൊണ്ടുവരും. അങ്ങനെ ഒരു വക്കാതെ തുടങ്ങും. പിന്നെ നമ്മളെ കുടുംബത്തിലെ കുട്ടികളെ കൊണ്ടുവരും. അങ്ങനെ ഒരു വക്കാതെ തുടങ്ങും. അങ്ങനെ എല്ലാം കൂടി ആയിട്ട് അങ്ങനെ വികസിച്ചു. 1984 മുതൽ 2000 വരെ നീണ്ടുനിന്ന കാലം പിന്നീട് വളർച്ചയുടെ പടവുകളാണ്. പൊതുവെ ശാന്തനും ക്ഷമാശീലനും സഹായമനസ്കരുമായ കോയാക്കയുടെ പ്രകൃതമാകാം. കയറുന്ന ഓരോ പടവുകളും ദൈവത്തിൻ്റെ കയ്യൊപ്പ് നിറഞ്ഞതായിരുന്നു. 1992 കുടുംബത്തെ സൗദിയിലേക്ക് കൊണ്ടുവന്നു. മക്കൾ ഹഫറിലെ സ്കൂളിലായിരുന്നു പഠനം. പക്ഷേ 8ാം ക്ലാസ്സിന് മുകളിലേക്ക് സ്കൂളില്ലാത്ത സ്ഥിതി വന്നു. ഒപ്പം ബിസിനസ് കൂടുതൽ വ്യാപിപ്പിക്കണമെന്ന ചിന്തയും. അങ്ങനെയാണ് റിയാദിലേക്ക് വെച്ച് പിടിക്കുന്നത്. ബത്ത കണ്ടപ്പോൾ ബത്തയിലെ ആൾക്കാരും ഭയങ്കര അതൊക്കെ കണ്ടപ്പോഴത്തേക്ക് എന്തെങ്കിലും ബത്തയിലൊന്നും തുടങ്ങണം എന്നുള്ളൊരു ഭയങ്കര ആഗ്രഹമായി. അപ്പോൾ ബത്തയിലുള്ള ആൾക്കാർക്ക് അതൊക്കെ നടക്കുകയുള്ളൂ, അല്ലാതെ പുറത്തുള്ള ആൾക്കാർക്കൊന്നും നടക്കില്ല. അങ്ങനെ ഞാനിങ്ങനെ ഒരു വഴി ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സ്ഥലത്താണ് ഒരു പരിചയം, പിന്നെ ഒരു ചെറിയ പരിചയം ഉണ്ടായിരുന്ന ആൾ റഹീം എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴത്തെ പാർട്ണറാണ്. അദ്ദേഹം ഒരു ദിവസം ഇങ്ങനെ ഞാൻ ഇങ്ങനെ വണ്ടി പോകുന്ന സമയത്ത് വിളിച്ചത് ഇങ്ങനെ ഒരു പിന്നെ അത് പരിപാടി ബത്തയിലൊരു ഷോപ്പുണ്ട്, ഞങ്ങളെ പറ്റി ഞാൻ പഠിച്ചു, ഇപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടോ, നമുക്ക് ഒരുമിച്ച് ചെയ്യാമെന്ന് ചോദിച്ചു. ഇത്ര ഗ്യാപ്പിൽ എത്ര പൈസ വന്നു. അപ്പോൾ ഏതായാലും ഒരു പരീക്ഷ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതാണല്ലോ, ഇത് പരീക്ഷണം എന്നുള്ള നിലക്ക് ഞാൻ ഏതായാലും പോയാൽ എത്രയോ പോകുന്ന നിലക്ക് അങ്ങനെ ആ കേസ് കൊടുത്തു. അങ്ങനെയാണ് ബത്തയിൽ ഒരു സഹാറ കോർണർ എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പ് തുടങ്ങുന്നത്, ഞാനും റൈമും കൂടി കൂട്ടിയിട്ട്. പിന്നീട് ഇരുവരും ചേർന്നാണ് നിരവധി സംരംഭങ്ങൾ തുടങ്ങുന്നതും. അത് അതിവേഗത്തിൽ വളർന്നു. പിന്നെ റമാദിൻ്റെ മുമ്പിലൊരു ഷോപ്പ് കിട്ടി, കുറച്ച് വലുത്. അതാണ് സിറ്റി. പിന്നെ അതിലാണ് മിക്സ് മാക്സ് എന്നാണ് ഞാൻ പേരിട്ടത്. അവിടെയാണ് നമ്മളെ മാനേജ്മെൻറ്റ് തുടങ്ങുന്നത്. പിന്നെ എൻ്റെ മാനേജ്മെൻറ്റ് ശരിക്കും തുടങ്ങുന്നത് അവിടെയാണ്. അപ്പോൾ പിന്നെ മിക്സ് മാക്സിനുള്ള ഇത് തുടങ്ങി. പിന്നെ അവിടെ ഒരു നല്ല ഇത് നടക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അവിടെ ഒരു മാക്സ് എന്ന് പറഞ്ഞിട്ടൊരു പിന്നെ ജർമ്മൻ ബ്രാൻഡ് ഉണ്ട് അവിടെ. അവർ പ്രശ്നമാക്കി. പിന്നെ അവരെ ഇതുണ്ടെന്ന് പറഞ്ഞിട്ട്, അവരെ ലോഗമാണെന്ന് പറഞ്ഞിട്ട് അവർ പ്രശ്നമാക്കി. അങ്ങനെ പെട്ടെന്ന് പേര് മാറ്റേണ്ടി വന്നപ്പോൾ സ്പോൺസർഡ് പേരിൽ പേരുണ്ടായിരുന്നു. അങ്ങനെയാണ് ഫ്ലൈരിയ എന്നുള്ളൊരു ഗ്രൂപ്പ് വന്നത്. കോഴിക്കോട് വടകര സ്വദേശിയാണ് ഈ റഹീം. 8 സഹോദരിമാർക്ക് ഒറ്റത്തുണയായി പിറന്ന ആങ്ങള. ബോംബെയിൽ ഹോട്ടൽ ശൃംഖലയുണ്ടായിരുന്നു പിതാവിന്. ബിസിനസിന്റെ പശ്ചാത്തലമുണ്ട്. 1991 പിതാവിന്റെ മരണത്തോടെ 92 സൗദിയിലെത്തി. ജപ്പാൻ എംബസിയിൽ ഡ്രൈവറായും പിന്നീട് ഒരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിൽ സാധാരണ ശമ്പളത്തിൽ ജീവനക്കാരനായും ജോലി. എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇപ്പോഴും ഇഷ്ടമാണ് തന്നെ, അന്നും ഇഷ്ടമാണ് തന്നെ. ഉള്ള സാധനത്തിനെ മാക്സിമം ഒന്ന് കുറച്ചും കൂടിയും ബെറ്ററാക്കുക. എന്നിട്ട് ഞാൻ തന്നെ ഇവിടെ ദൂരെ വന്ന് നോക്കും, ശരിയായിട്ടില്ല, പിന്നെ അതെടുത്തിട്ട് രണ്ടാമത് വേറെ ഡിസ്പ്ലേ മാറ്റും. അങ്ങനെയൊക്കെയായിരുന്നു. ഇതായിരുന്നു ആദ്യ ജോലി. പിന്നീട് ചെരുപ്പ് കച്ചവടം മുതൽ വൈവിധ്യമാർന്ന മേഖലകളിലൂടെ കറങ്ങിയാണ് ഒടുവിൽ കോയാക്കയുടെ അരികിലെത്തുന്നത്. എൻ്റെ മൈൻഡിൽ ഇങ്ങനെ ഞാൻ വിചാരിക്കുന്നുണ്ട്, എനിക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യുമ്പോൾ കോയക്കാൻ്റെ അടുത്തൊന്ന് ചോദിച്ചു നോക്കാമെന്നുള്ള ഒരു തോന്നൽ മൈൻഡിൽ വന്ന്. അപ്പോൾ അതിനനുസരിച്ചൊരു സ്ഥാപനം, ഒരു റെഡിമെയ്ഡ് ഒരു സ്ഥാപനം കാണുകയും അപ്പോൾ തന്നെ ഞാൻ കോയക്കാനെ വിളിച്ച് ചോദിക്കുകയും ചെയ്യാം, പിന്നെ ഇങ്ങനൊരു സ്ഥാപനം ഉണ്ടെന്ന്. അപ്പം അതേ കോയക്കന്നെ ഓൾറെഡി
ഈ റെയിം ബത്തയിലൊക്കെ ഉള്ളതാണല്ലോ, പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊന്ന് നമുക്ക് നോക്കണേ, നമുക്ക് കൂടി നോക്കണേ എന്നുള്ള തരത്തിലേക്ക് പറയാനും നിൽക്കുന്ന സമയത്താണ് ഞാൻ ഇതേപോലത്തെ ഒരു സംഭവം അങ്ങോട്ട് പോകുന്നത്. ജീവിതത്തിൽ ഏത് ഘട്ടത്തിലും മികച്ച പങ്കാളിയുണ്ടെങ്കിൽ നേട്ടങ്ങൾ ഉണ്ടാകും. അതിന്റെ തെളിവായിരുന്നു പിന്നീട് അഹമ്മദ് കോയയുടെയും EK റഹീമിന്റെയും ഓരോ സംരംഭങ്ങളും. സൗദിയിൽ വിദേശികൾക്ക് നിക്ഷേപത്തിന് വാതിൽ തുറക്കും മുമ്പേ ഗ്രൂപ്പ് സാജിയ വഴി പതിറ്റാണ്ട് മുമ്പേ നിക്ഷേപകരായിരുന്നു. അത് വലിയ ആത്മവിശ്വാസവും വളർച്ചക്കായി നൽകി. ദമാമിലെ സീക്കോയിലാണ് ആദ്യ സിറ്റി ഫ്ലവർ ഹൈപ്പർ മാർക്കറ്റിന്റെ തുടക്കം. ഇന്നിപ്പോൾ സൗദിയിലെങ്ങുമായി വിവിധ മേഖലകളിലായി 39 സ്ഥാപനങ്ങൾ, പുറമെ സ്വന്തമായി രജിസ്റ്റർ ചെയ്ത 8ഓളം ബ്രാൻഡുകളും. 2000ഓളം പേർ നേരിട്ടും അല്ലാതെയും ഇവിടെ തൊഴിൽ ചെയ്യുന്നു. എന്നാലിപ്പം സിറ്റി ഫ്ലവർ എന്നുള്ള പേരിലും 21 സ്ഥാപനമുണ്ട്. അത് കൂടാതെ മറ്റുള്ള ചെറിയ വീട്ടിലായിട്ട് 39 സ്ഥാപനം ഇപ്പോൾ സൗദിയിലുണ്ട്. പിന്നെ നമ്മുടെ തന്നെ ഓൺ ബ്രാൻഡുകൾ ഒരു 8 ബ്രാൻഡുകൾ നമ്മുടെ തന്നെ ഉണ്ട്. 1978 സൗദിയിലേക്ക് വരും മുമ്പേ വിവാഹിതനായിരുന്നു. 4 പേരാണ് അഹമ്മദ് കോയക്ക് മക്കൾ. മുഹ്സിൻ അഹമ്മദ്, റാഷിദ് അഹമ്മദ്, വലീദ് അഹമ്മദ്, മകൾ ആയിഷ, മരുമകൻ ഹസീബ് VP. എല്ലാവരും ഫ്ലീറിയ ഗ്രൂപ്പിൽ തന്നെ. മക്കളെ ആരെയും നിർബന്ധിപ്പിച്ചല്ല എത്തിച്ചത്. വേറെ ജോലി പോകുമെന്ന് പറഞ്ഞിട്ട് റാഷി വേറെ ജോലിക്ക് പോയതാണ്. പിന്നെ റാഷി തന്നെ തിരിച്ചു വന്നു. ചെറിയ രണ്ടാമത്തെ മകന്, പിന്നെ മൂന്നാമത്തെ മകനും അതുമാതിരി തന്നെ അവിടെ ദുബൈയിലൊക്കെ ഉള്ള ജോലി ചെയ്തു. അവൻ തിരിച്ചു വന്നല്ല. ഞാൻ ആരെയും നിർബന്ധിച്ചിട്ട് ഇവിടെ തന്നെ നിൽക്കണം എന്നുള്ള നിലക്ക് ഇതാക്കിയിട്ടില്ല. പക്ഷേ ആ സാഹചര്യങ്ങൾ, പക്ഷെ ഒരു കാര്യം പറ്റിയിട്ടുണ്ട്, ഇവരുടെ വളർച്ചക്കനുസരിച്ചിട്ട് നമ്മളൊക്കെ ഒരു പ്രൊഫഷണലായി ആക്കാൻ പറ്റിയിട്ടുണ്ട്. അത് ഒരു അതൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞില്ല, എല്ലാത്തിനും ഒരു AI ഇവിടെയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞില്ല, പല കാര്യങ്ങളും നമ്മൾ പ്രതീക്ഷിക്കുന്ന മാതിരി ഇങ്ങനെ ആയി വരുന്നത്. അത് ഒരു ദൈവാനുഗ്രഹം. ഇത്രയും കാലത്തെ വളർച്ചയ്ക്ക് പിറകിലെ കാരണവും മക്കളോട് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചാലും ഒറ്റ ഉത്തരമേ അഹമ്മദ് കോയക്കുള്ളൂ. ഒന്ന് ഒരു സത്യസന്ധത എന്നും. അത് എല്ലാവരോടും, ജോലിക്കാരോടും ശരി തന്നെ, കസ്റ്റമേഴ്സിനോടും ശരി തന്നെ, പിന്നെ നമ്മൾ സാധനം വാങ്ങുന്ന ആൾക്കാരോടും എല്ലാവരോടും സത്യസന്ധത. അത് എന്നും നമ്മൾക്കൊരു മുന്നോട്ട് എപ്പോഴും ഒരു ഗുണമായിട്ടുണ്ടാവുള്ളൂ. മക്കൾ ഉപ്പയിൽ നിന്ന് മനസ്സിലാക്കിയതും ഇതെല്ലാം തന്നെയാണ്. ഞാനാണെങ്കിലും നമ്മൾ ബ്രദേഴ്സ് ആണെങ്കിലൊക്കെ തന്നെ ഉപ്പാൻ്റെ ആ വാല്യൂസ് ഭയങ്കര റെസ്പെക്റ്റ് ചെയ്യുന്നത്. കാരണം ഉപ്പാൻ്റെ സ്റ്റോറി ഇപ്പോൾ വന്ന ആ പാത്തൊക്കെ ഇപ്പോൾ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് നമുക്കും ആണെങ്കിലും, എൻ്റെ കുട്ടിയൊക്കെ ആണെങ്കിലും അനിയൻ്റെ കുട്ടിയൊക്കെ ആണെങ്കിലും ആ ഫാമിലി ഗെറ്റ് ടുഗദറൊക്കെ ഉണ്ടാവും ഇപ്പോൾ പറയുന്നൊരു സംഭവം. ആദ്യമേ വിഷനുള്ള ഒരാളാണ്. കാരണം ഉപ്പാൻ്റെ കൂടെ തന്നെ ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ഹഫറുൽ ബാത്തിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പല ബിസിനസ്മാൻസും ഉപ്പാൻ്റെ കൂടെ ഈ ഒരു ജേണി ഉപ്പാൻ്റെ കൂടെ തന്നെ ചെയ്തിട്ടുണ്ട്. അവിടുന്ന് റിയാദിലേക്ക് വരെയും ദമാമിലേക്ക് പോവുകയും ചെയ്തു. പക്ഷെ അവരൊന്നും എത്താത്ത ലെവലിൽ ഉപ്പൊക്കെ എത്താൻ പറ്റും. ഉപ്പ എപ്പോഴും ഒരു വൺ മാൻ ഷോ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഒരു ടീം ഫോക്കസ്ഡ് ആളായിരുന്നു. UAE ആസ്ഥാനമായി ഗ്രൂപ്പിന്റെ വിവിധ ബ്രാൻഡുകളുടെ ശൃംഖല വളർത്തുന്നത് മൂന്നാമത്തെ മകനാണ്. നമ്മൾ 20 years ആയിട്ട് ഉണ്ട്. നമ്മൾ ഗാർമെൻറ്റ്സ് ഒക്കെ സ്മോൾ സ്കെയിലിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ എലോറ എന്ന് പറഞ്ഞ ബ്രാൻഡ് കുറച്ച് ബിഗ് സ്കെയിലിൽ B ക്ലാസ് മാർക്കറ്റ് ഓൾമോസ്റ്റ് പെനിട്രേറ്റ് കഴിഞ്ഞ് ഇപ്പോൾ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഗ്രോ ചെയ്ത് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇൻഷാല്ലാ ഗ്രാജുവലി ഒമാൻ, പിന്നെ ഖത്തർ, പിന്നെ സൗദിയിൽ തന്നെ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങാനുള്ള പ്ലാനാണ് ചെയ്യുന്നത്. ഇങ്ങനെ 3 തലമുറകൾ ഗ്രൂപ്പിലുണ്ട്. EK റഹീമും കോയാക്കയും പങ്കാളികളാണെങ്കിലും ഒരേ കുടുംബം കണക്കെയാണ്. ഒരു ബിസിനസ് നമുക്ക് ഏറ്റവും നല്ല രീതിയിലേക്ക് നമുക്ക് വളരണമെന്നുണ്ടെങ്കിൽ നമുക്കതിനുള്ള എന്താ പറയുക, നമുക്കൊരു ബിസിനസ് നല്ല നിലയിൽ നമുക്ക് വലിയ രീതിയിലേക്ക് വളരണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒരു പുഷിങ് വളരെ മുന്നോട്ടേക്ക് ഉള്ള ഒരു ഇത് വളരെ അത്യാവശ്യമാണ്. ആ ധൈര്യം തരാൻ കോയൊക്കെ ഭയങ്കര ഇതാണ്. ചെയ്തോ എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, നമുക്ക് ചിലപ്പോൾ ഒറ്റൊരു അതുമാത്രം മതിയാവും, ബാക്കിയൊന്നും ഇത് വരുന്നുണ്ടാവില്ല. കോയൊക്കെ പറയാണ് ഇന്നേ കാര്യം പറഞ്ഞു, പിന്നെ അത് കോയൊക്കെ അന്ന് ഫുൾ കോൺഫിഡൻസ് നമ്മളൊക്കെ ആ പ്രതീക്ഷ ഇത് വിടില്ല. ചെയ്തോ എന്ന് പറഞ്ഞ ബാക്കി നമുക്ക് അതേ വേണ്ടു. റഹീമിന്റെയും അഹമ്മദ് കോയയുടെയും ആത്മബന്ധം മക്കൾ പറയുക ഇങ്ങനെയാണ്. ഇപ്പോൾ സ്പീഡിൽ പോകുന്നൊരു വെഹിക്കിളാണെങ്കിൽ റഹീംക്കാണ് അതിൻ്റെ ഫ്യൂൾ. അങ്ങനെ ആയിരുന്നു. പിന്നെ ഈ ഒരു ബിസിനസ്, നമ്മളിപ്പോൾ ഉള്ള ഒരു ബിസിനസ്സിൻ്റെ ഒരു മെയിൻ സക്സസ് എന്ന് വെച്ചാൽ
3 ജനറേഷനിലെ ആൾക്കാരുണ്ട്. ഇപ്പം ഞാനും എൻ്റെ ബ്രദറും, നമ്മൾ ഒരു ജനറേഷൻ, പിന്നെ റഹീംഖാൻ്റെ ജനറേഷൻ, പിന്നെ ഉപ്പാൻ്റെ ജനറേഷൻ. 10 വർഷം മുമ്പ് ഫിനാൻസ് ഓഡിറ്റിംഗ് ചുമതലയുണ്ടായിരുന്ന ഹസീബാണ് മകൾ ആയിഷയെ വിവാഹം കഴിക്കുന്നത്. മെയിനായിട്ട് പേയ്മെൻറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റാണ് ചെയ്തു പോകുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഒരു ആളുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ അവർക്ക് നമ്മളെ വിശ്വാസമാണ് വേണ്ടത്. മറ്റുള്ള വെൻഡേഴ്സിന് നമ്മളിപ്പോൾ ഒരു ക്രെഡിറ്റ് പീരീഡ് ആകട്ടെ എന്ത് തന്നതിനാലും ഒരു 30 ദിവസം തന്നതിനാൽ, സിറ്റി ഫ്ലവറിനാണെങ്കിൽ 30 ദിവസം കഴിഞ്ഞതിനാലും ഒരു പേയ്മെൻറ്റ് ഇഷ്യൂ ഇല്ലാത്ത രീതിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മക്കളും മരുമക്കളുമെല്ലാം അടുത്തടുത്ത വീടുകളിലായി റിയാദിലെ അസീസിയയിലാണ് താമസം. ഓരോ ദിവസവും ഉപ്പയുടെയും ഉമ്മയുടെയും അരികിലെത്തി ഭക്ഷണം. അങ്ങനെ കുടുംബം എന്ന മഹാപ്രസ്ഥാനത്തെയും വിജയിപ്പിച്ച നേട്ടമുണ്ട് ഈ ജീവിതത്തിന്. ഏറ്റവും കുറഞ്ഞ വിലക്ക് ബ്രാൻഡ് വസ്തുക്കൾ വിൽക്കുന്നതാണ് ഗ്രൂപ്പിന്റെ പ്രത്യേകത. കുറഞ്ഞ നിരക്കിടുമ്പോൾ പലപ്പോഴും പലരും ചിന്തിക്കുന്നത് ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റിയിൽ വിട്ടുവീഴ്ച ചെയ്യുന്നോ എന്നതാകും. കോയാക്ക വന്ന വഴിയിൽ കണ്ടതെല്ലാം സാധാരണക്കാരെയാണ്. അതുകൊണ്ട് അവരെ കൂടി കണക്കിലെടുത്താണ് വിലയെല്ലാം നിശ്ചയിക്കാറ്. 60-70 കാലത്തിലുള്ള ചില ദാരിദ്ര്യമൊക്കെ കണ്ടിങ്ങനെ വന്നതാണ്. അപ്പോൾ നമ്മളെപ്പോഴും പിന്നെ ഈ ക്യാമ്പിലൊക്കെ ജീവിച്ചുകൊണ്ട് ഓരോരുത്തരുടെയും ബുദ്ധിമുട്ടും കഷ്ടപ്പെടും. അപ്പോൾ നമ്മളിപ്പോൾ ആര് വന്നു കഴിഞ്ഞാലും പിന്നെ അവൻ്റെ ഒരു 10 രൂപ സാധനം വാങ്ങുമ്പോൾ അതിന് അത്രയും കഷ്ടപ്പെട്ട ഉണ്ടായിരുന്നുള്ള നമുക്ക് അറിയാം. ഇപ്പം മാറി വലിയ ശമ്പളക്കാരൻ, നേരത്തെ നമ്മൾ കണ്ട ആ ശമ്പളക്കാരനാണ് 600 റിയാൽ 500 റിയാൽ ജീവിച്ചത്. അതുകൊണ്ടായിരിക്കാം. പിന്നെ അത് തന്നെയാണ് ഇപ്പം പിന്നെ കുറച്ചുകൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ശതമാനം പിന്നെ ഫാക്ടറികളിൽ നിന്ന് തന്നെ ഡയറക്റ്റ് പിന്നെ ചൈനയിൽ നിന്നും ഇന്ത്യയിൽ നിന്നൊക്കെ 80% ഞങ്ങൾ ഡയറക്റ്റ് തന്നെ ഫാക്ടറിയിൽ നിന്ന് ഡയറക്റ്റ് വരുന്നതാണ്. നിശബ്ദമെങ്കിലും സൗദിയിലെ സാമൂഹിക മേഖലയിലും അഹമ്മദ് കോയയുടെ സാന്നിധ്യമുണ്ട്. ജീവിതത്തിൻ്റെ വൈകുന്നേരത്തിലേക്ക് കടക്കുകയാണ്. അതുകൊണ്ട് പഠിച്ച നന്മകളും പ്രാർത്ഥനകളും മക്കൾക്കും പങ്കാളികൾക്കും കൈമാറി ഇന്ന് മേൽനോട്ടക്കാരനാണ് കോയാക്ക. കയറിയ പടവുകളും നടന്ന വഴികളും നന്നായി നിശ്ചയമുണ്ട് അഹമ്മദ് കോയക്ക്. 0 നിന്നായിരുന്നല്ലോ തുടക്കം. കണക്കുകൂട്ടൽ എവിടെ പിഴച്ചാലും വഴികളിൽ ഇടറിയാലും വന്ന വഴികൾ ബോധ്യമുണ്ട്. അതുകൊണ്ട് എവിടെയായിരുന്നാലും തൃപ്തനാണ്. പ്രതാപത്തിൻ്റെ കാലമെങ്കിലും കടന്നുപോന്ന പെരുമഴക്കാലം പിറകിലുണ്ട്. അതിൽ പടച്ചവൻ്റെ കൂട്ടുണ്ട്. ചൊല്ലിത്തീരാത്ത ശുക്റുണ്ട്. ഒറ്റക്കഥയിൽ പറഞ്ഞു തീർക്കാനാകാത്ത ഈ കഥ അപൂർണമാണ്. ബാക്കി മുന്നിലെത്തുന്ന പേരക്കിടാങ്ങൾക്കുള്ള രാക്കഥയായി അദ്ദേഹം ബാക്കി നിർത്തുന്നു.